സുരേന്ദ്രൻ എന്നൊരുത്തൻ ഒരു പാർട്ടിക്ക് പോകും. അവിടെ ഒരു പെണ്ണിനെ കണ്ട ഉടനെ തന്നെ ഇവൻ ഒരുപാട് ഇഷ്ടപ്പെടും. ആ സമയം അവിടേക്ക് പ്രൊഫസർ വന്ന് ഇതാണ് എന്റെ മകൾ എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നാൽ അവൾക്ക് ഇവനെ കണ്ടതും ഒരുപാട് ദേഷ്യം വരും. എന്നാൽ ഇവൾ എന്ത് ചെയ്താലും നിങ്ങളെ പോലെ നടക്കണം, നിങ്ങളെ പോലെ പഠിക്കണം എന്ന് പറഞ്ഞ് കഴുത്തറക്കാൻ തുടങ്ങും എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകും. അപ്പൊ ഒന്ന് നോക്കി അവൾക്ക് നോക്കി വെച്ച ചെറുക്കൻ ഒരു പെണ്ണിന്റെ കൂടെ ഒളിച്ചോടി പോയിട്ടുണ്ടാവും. അത് കേട്ട ഇവളുടെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവിടേക്ക് ഹീറോയിനെ വിളിച്ച് ഇനി 2 മണിക്കൂറിൽ ഞാൻ മരണപ്പെടും, അതിനുള്ളിൽ നീ എന്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് പറയും. അതുപോലെ തന്നെ അവളെ വിളിച്ചും ഈ കാര്യം പറയും. ഒരുപാട് ഇമോഷനായി പറഞ്ഞത് കൊണ്ട് തന്നെ ഇവർക്ക് വേറെ വഴിയില്ലാതെ കല്യാണം കഴിക്കേണ്ടി വരും. അതിനുശേഷം ഇവളെ ഇവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. ഇവനും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതിനാൽ അവൾക്ക് തനിയായൊരു റൂം കൊടുത്ത് ഇവൻ വേറെ റൂമിൽ ഇരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകും. നെക്സ്റ്റ് ഡേ ഇവൻ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയം ഇവളുടെ റൂം ഡോർ തട്ടും. എന്നാൽ അവൾ എണീറ്റെങ്കിലും അവൾ വാതിൽ തുറക്കാൻ തയ്യാറായിരുന്നില്ല. അതിനാൽ തന്നെ ഹീറോയിൻ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ ഫുഡ് റെഡിയാക്കി കഴിച്ചിട്ട് ഓഫീസിലേക്ക് പോകും. അപ്പൊ ഓഫീസിലുള്ള എല്ലാവർക്കും ഇവന്റെ മാരേജ് കഴിഞ്ഞ കാര്യം പറഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറയും. ഇത് അവളോട് പറഞ്ഞെങ്കിലും അവൾ ഒരു റെസ്പോണ്ടും തരാത്തത് കൊണ്ട് തന്നെ ഇപ്പൊ എന്ത് ചെയ്യുമെന്നറിയാതെ പാർട്ടിയും സ്റ്റാർട്ട് ചെയ്യും. പെട്ടെന്ന് നോക്കിയാൽ ഹീറോയിൻ അവിടേക്ക് വന്ന് എല്ലാവർക്കും സെർവ് ചെയ്യും. അതിനാൽ ഹീറോ അവളോട് താങ്ക്സ് എന്ന് പറയാൻ പോകുമ്പോൾ ഈ മാരേജ് സഡനായി നടന്നത് കൊണ്ട് തന്നെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ടൈം വേണം, അതിനുള്ളിൽ ഞാൻ എന്നെ തന്നെ മാറ്റാമെന്ന് പറയും. അതിനവൻ ഇവൾ എന്തിനാണ് അവളെ തന്നെ മാറ്റുന്നത്, നമ്മൾ ഇവളെ ഹാപ്പി ആക്കാം എന്നെല്ലാം ചിന്തിച്ച് അന്ന് മുതൽ അവളെ കെയർ ചെയ്ത് നോക്കും. ഇവളും ഇവിടെ ഇരിക്കുമ്പോൾ ബോറടിക്കുന്നു എന്ന് പറഞ്ഞ് ഡാൻസ് ക്ലാസ്സിന് ചേരട്ടെ എന്ന് ചോദിക്കും. ഇവനും ശരി പൊക്കോ എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഗെറ്റപ്പ് എല്ലാം ചേഞ്ച് ചെയ്ത് രാജി എന്ന പേരിൽ അവനും ഡാൻസ് ക്ലാസ്സിൽ പോയി ജോയിൻ ചെയ്യും.